കോഴിക്കോട് അഴകൊടി ദേവി ക്ഷേത്രത്തിൽ നിന്ന് സാനിയോ മനോമി കൂടി ചേരുന്നുണ്ട്. മണക്കാട് തുഞ്ചൻ സ്മാരകത്തിൽ നിന്ന് അരുൺ സോളമനും, തിരൂർ തുഞ്ചൻ പറമ്പിൽ നിന്ന് മുബഷീറും, കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് ദീപക്കും, കൊല്ലം ശാരദാ മഠത്തിൽ നിന്ന് ദിലീപ് ദേവസിയും, ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിൽ നിന്ന് ശരണും നമുക്കൊപ്പം ചേരുന്നുണ്ട്. അങ്ങനെ സംസ്ഥാനത്തും ഡൽഹിയിലുമൊക്കെ വിജയദശമിയുമായി ബന്ധപ്പെട്ട എഴുത്തിനെഴുത്ത് തുടരുകയാണ്. നമുക്ക് കോഴിക്കോട്ടേക്ക് ഒന്നുകൂടി ഒന്ന് പോയാൽ അവിടെ അഴകൊടി ദേവി ക്ഷേത്രത്തിൽ നിന്നാണ് സാനിയോ മനോമി ചേരുന്നത്. സാനിയോ, ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. എങ്ങനെ കുട്ടികളൊക്കെ എത്തിത്തുടങ്ങിയോ? എനിക്ക് തോന്നുന്നു അവിടെ പ്രമുഖരായിട്ടുള്ള ആരെങ്കിലും എഴുത്തിനിരുത്തുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അതല്ല, അവിടെ പതിവ് പോലെയുള്ള എഴുത്തിനിരുത്ത് ചടങ്ങ് മാത്രമേ ഉള്ളൂ? അരുൺ, വീണ്ടും ഗുഡ് മോർണിംഗ്. ഏതായാലും ഇവിടെ എഴുത്തിനിരുത്തൽ ചടങ്ങ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരു കുഞ്ഞ് ഒരു തരത്തിലും എഴുതാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. വലിയ കരച്ചിലാണ്. സ്വർണ്ണസൂചി കൊണ്ട് നാവ് നീട്ടാൻ പറഞ്ഞപ്പോൾ പോലും സമ്മതിച്ചില്ല. ഇപ്പോൾ അല്പം സമ്മതിക്കുന്നുണ്ട്. കരഞ്ഞുകൊണ്ടാണെങ്കിലും അവൾ എഴുതുകയാണ്. നല്ല മനോഹരമായ എഴുത്തുകൾ, അതായത് ഹരിശ്രീ ഗണപതേ നമഃ എന്ന് എഴുതുന്ന ഒരു കാഴ്ചയാണ്. നമുക്ക് കുഞ്ഞുങ്ങൾ ഇവിടെ വേറെയുണ്ട്. അവരോട് ചോദിക്കാം, എഴുതാൻ വന്നതാണോ? എഴുതാൻ പറയടോ. പേരെന്താ? പേരില്ല. എഴുതോ? പ്രശ്നമുണ്ടോ? പേടിയൊന്നുമില്ല. എഴുതാൻ പേടിയൊന്നുമില്ലല്ലോ. കരയില്ലല്ലോ. കരയില്ല. വേറൊരാളുണ്ട്. ഹലോ കുഞ്ഞു ബേബി, ഹലോ, ഒന്ന് ഇങ്ങോട്ട് നോക്കുവോ? എന്താ പേരെന്താ? പേര് എഴുതാൻ വന്നതാണോ? എന്തായാലും എഴുതി കഴിഞ്ഞവരും എഴുതാൻ വന്നവരും ഒക്കെ ഉണ്ട്. എഴുതി കഴിഞ്ഞ് സമ്മാനമൊക്കെ കിട്ടി ഇവിടെ ഇരിക്കുന്ന ഒരു കുഞ്ഞു ബേബിയുണ്ട്. എഴുതി കഴിഞ്ഞോ? ഹലോ, എഴുതി കഴിഞ്ഞോ? എന്താ എഴുതിയേ? ഹരിശ്രീ നാവിലെഴുതിയോ? ഇത് ആരാ തന്നെ? ഇത് നാവിലെഴുതിയില്ലേ? കുഞ്ഞു നാവ് നീട്ടിക്കൊടുത്തോ? കുഞ്ഞു മിടുക്കനായി എഴുതിയോ? അവൻ കരഞ്ഞൊന്നുമില്ല, നല്ല മിടുക്കനായി എഴുതി എന്നാണ് പറയുന്നത്. ഏതായാലും ഇത്തരത്തിൽ സന്തോഷങ്ങളുടെയും അതേസമയം ചെറിയൊരു സങ്കടമുണ്ടെങ്കിലും അതങ്ങ് മാറും. ഇതൊക്കെ ഓർമ്മിച്ച് വെക്കാൻ, ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ച് വെക്കാനുള്ള കഥകളാണ്. ഏതായാലും ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ആളുകൾ അരിയിൽ എഴുതാൻ വരുന്നത്. ഞാനൊന്ന് വരാം, തിരിച്ചു വരാം. കുഞ്ഞവിടെ അലറി കരയുന്നുണ്ട് അല്ലെ? ശാരദാ മഠത്തിൽ നിന്നുള്ള കാഴ്ചകളാണ്. ദിലീപുണ്ട്. ദിലീപേ, അവിടെ ഒരുത്തൻ ആകെ ബഹളം ഉണ്ടാക്കുകയാണല്ലോ, മിടുക്കൻ. അതെ അതെ, ഡോക്ടർ അരുൺകുമാർ, ഇതാ ഇവിടെ ഭയങ്കര ബഹളമാണ് ആള്. എന്താ പേരെന്താ? അയ്യോ അവൻ എന്നെ ചവിട്ടി ഓടിക്കുകയാണ്. എന്നാലും കുറെ കഷ്ടപ്പെടുന്നുണ്ട്. എന്താ പേര് മോനെ? എന്റെ പേര് നില. അയ്യോ, അവൻ അക്ഷരം എന്താ എഴുതുന്ന? എങ്ങനെ? കൊല്ലം ശാരദാ മഠത്തിലാണ് ഡോക്ടർ അരുൺകുമാർ. 100 കണക്കിന് കുരുന്നുകൾ. ഇതാ തൊട്ടടുത്ത് തന്നെ മറ്റൊരാളും കൂടെ ഉണ്ട്. ആ ആളുടെ കൂടെ ഇതാ ഒന്ന് ഇതാ ദൃശ്യങ്ങൾ കാണിക്കാം. ഇതാ മറ്റൊരു കുറുമ്പനാണ്. അയ്യേ, പറയണ്ട. പേരെന്താ? ഒന്നുമില്ല, ഒന്നും പറയാനില്ല. എല്ലാവരും തന്നെ ഭയങ്കര. ഇതാ ഒരു ബലൂൺ. ഇതാ ബലൂണ്. ഡോക്ടർ അരുൺകുമാർ, ഇവിടെ രാവിലെ മുതൽ തന്നെ കുഞ്ഞു മക്കളുടെ യുദ്ധമാണ്. ഓരോ ഗുരുക്കന്മാരുടെ മടിയിൽ ഇരുന്നു കൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കരമായി കരയുന്നു. എന്താ പഠിക്കുന്നത് ഇവിടെയാണ്? യുദ്ധം പഠിക്കുന്നത് ഇവിടെയാണ്. യുദ്ധം പഠിക്കുന്നത് ഇവിടെ വെച്ചിട്ടല്ലേ? അങ്ങനെ ഓരോ മക്കളും. എന്താ പേരില്ല? മോന്റെ പേരില്ല? ദക്ഷിണ. ആള് ഭയങ്കര കുറുമ്പനാണ്. അങ്ങനെ ഓരോ കുറുമ്പ് കാണിച്ചുകൊണ്ട് ഓരോ കുട്ടികളും ഇങ്ങനെ നിൽക്കും. മറ്റൊരു മിടുക്കി മകളും ഉണ്ട്. ആ കൊച്ചും കൂടെ എഴുതുന്ന അതാ ഒരു ഇതാ. ഇതാ അവിടെ ആള് വളരെ ശാന്തമായിട്ട് ഒരാള് എഴുതുന്നുണ്ട്. എന്താ പേര് പറഞ്ഞേ? പേര് പറയൂല. ചെറിയൊരു പേടിയുണ്ട് ആൾക്ക്. എന്തായാലും ഈ ആൾക്കൂട്ടമൊക്കെ കണ്ടപ്പോൾ അതെ പേര് പറയില്ല. ഒരു ആൾക്കൂട്ടമൊക്കെ കണ്ടു. ബലൂണ് ഇത് കഴിഞ്ഞിട്ടാ. ഓക്കെ. അങ്ങനെ ഡോക്ടർ അരുൺ വളരെ രസമാണ്. ഭയങ്കര രസകരമായിട്ട് ഓരോ കുട്ടികൾ എഴുത്തിനിരുത്താൻ വന്നതാണ്. എല്ലാവരും ഇന്ന് ആദ്യാക്ഷരം കുറിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഗംഭീര കാഴ്ചകളാണ്. ചിലയിടത്ത് കുഞ്ഞുങ്ങൾ കിടന്നെഴുതുന്നു, നിലവിളിക്കുന്നു, സന്തോഷത്തോടു കൂടി എഴുതുന്നു, ബലൂൺ കാട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടാവുന്നു അല്ലേ? ഒരുപാട് കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.